വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നിന്നും 4 കിലോമീറ്റർ തെക്ക് മാറി സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധവും പുരാതനവുമായ മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി മഹോത്സവം ഭക്തി സാന്ദ്രമായി. ദേശദേവതയായ മൂത്തേടത്തുകാവിലമ്മയെ ദർശിക്കുന്നതിനും കുംഭകുടം അഭിഷേകത്തിനുമായി ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പുലർച്ചെ മുതൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ചിലപ്പതികാരത്തിലെ കണ്ണകിയുടെ ചരിത്രം അലയടിക്കുന്ന മൂത്തേടത്തുകാവ് ഭഗവതി ക്ഷേത്രം ആചാര പെരുമ കൊണ്ടും വിശ്വാസ പെരുമ കൊണ്ടും ചരിത്രത്തിൽ ഇടം നേടിയ ക്ഷേത്രമാണ്. കർക്കിടകം 1 നട തുറന്ന് മേടമാസത്തിലെ വിഷു വരെയുള്ള 9 മാസക്കാലം മാത്രം നിത്യപൂജയുള്ള അപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണിത്. വിഷുവിന് ഭഗവതി മധുരാപുരിയിലേക്ക് യാത്രയായതിനു ശേഷം കർക്കിടകം 1 വരെയുള്ള 3 മാസക്കാലം നിത്യപൂജകളോ ഭക്തജനങ്ങൾക്ക് പ്രവേശനമോ ഇല്ല എന്നുള്ളത് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ്. അന്യദേശത്തു നിന്നുപോലും ധാരാളം ഭക്തരാണ് ദേവി ദർശനത്തിനായി ഇവിടെ നിത്യേന എത്തിച്ചേരുന്നത്. കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് പുറച്ചെ ക്ഷേത്രം തന്ത്രി മോനാട്ടിലത്ത് ചെറിയ കൃഷ്ണൻ നമ്പൂതിരിയും മേൽശാന്തി പ്രേംകുമാർ ഏമ്പ്രാന്തിരിയും ചേർന്ന് നട തുറന്ന് പ്രത്യേക പൂജകൾക്ക് ശേഷം ദേവസ്വം വക കുംഭകുടങ്ങൾ അഭിഷേകം നടത്തി. തുടർന്ന് ഭക്തരുടെയും ഭക്തജന സംഘങ്ങളുടെയും കുംഭകുടങ്ങളുടെ വരവായി. പാൽ, തേൻ, മഞ്ഞൾ, കുങ്കുമം, നല്ലെണ്ണ എന്നിവയാണ് പ്രധാനമായും കുംഭകുടങ്ങളിൽ നിറയ്ക്കുന്നത്. വൈകിട്ട് നടന്ന വാണിക വൈശ്യസംഘത്തിൻ്റെ കുത്തിയോട്ടത്തോടു കൂടിയുള്ള കുംഭകുട ഘോഷയാത്രയാണ് കുംഭഭരണി ആഘോഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇണ്ടന്തുരുത്തിമന നീലകണ്ഠൻ നമ്പൂതിരി, ഇണ്ടന്തുരുത്തിമന ഹരിഹരൻ നമ്പൂതിരി, മേൽശാന്തി പ്രേംകുമാർ ഏമ്പ്രാന്തിരി തുടങ്ങിയവർ ഈ വർഷത്തെ കുംഭഭരണി മഹോത്സവത്തിന് നേതൃത്വം നൽകി. വിഷൻ ന്യൂസ്, വൈക്കം.